ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് ആദ്യം തന്നെ കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ തുറക്കുന്നു. തുറന്നു വന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് ന്യൂ എന്ന്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഒരു ഓപ്ഷൻ. അതിൽ 16:9, 9:16 അങ്ങനെ പല റേഷ്യോസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലേക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ 16:9 നോർമലി ചൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് കൊടുക്കുക. ഓൾറെഡി അതിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി മീഡിയാസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോ എവിടെയാണെന്ന് വെച്ചാൽ അതെടുത്ത് കൊണ്ടുവരണം. അപ്പം ഞാൻ സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇവിടെ അടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഈ വീഡിയോ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം എനിക്ക് ഈ വീഡിയോയുടെ ഇടത് ഭാഗത്തേക്ക് കുറച്ച് കളയണം. അതിനായിട്ട് നിങ്ങൾ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുവന്ന വര കാണാം. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇത്രയും പോർഷൻ എനിക്ക് ഇടത് ഭാഗത്തേക്ക് വേണ്ട. അപ്പോൾ വീഡിയോ അടിയിലൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റിയ ഒരു കത്രികയുടെ ചിഹ്നം. ആ കത്രികയുടെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിയിലൊന്ന് ശ്രദ്ധിച്ചോ. അടിയിലെ വെർട്ടിക്കലായിട്ടുള്ള ചുവന്ന വരയുടെ ഇടത് ഭാഗത്തുള്ള പോർഷൻസ് പോവും. കണ്ടോ? പോയി. ഇനി ഇതുപോലെ നിങ്ങൾക്ക് വലത് ഭാഗത്തേക്ക് കളയണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് എവിടം തൊട്ട് എവിടം വരെയാണ് കളയേണ്ടതെന്ന് വെച്ചാൽ ഈ ചുവന്ന വരയിലായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. എത്ര പോർഷൻ വേണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെറുതെ വരലോണ്ട് തൊട്ട് കഴിഞ്ഞ് നീക്കാൻ പറ്റുന്നുണ്ടോ അടിയിലത്തെ. ഇത് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്തേക്കുള്ളത് പോയി. ഇനി ഈ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, 2 പാർട്ടാക്കാൻ. അപ്പോൾ ഈ ചുവന്ന വര സെറ്റ് ചെയ്ത് വയ്ക്കുക. ഏത് ഭാഗത്ത് വെച്ചാണ് 2 കഷ്ണമാക്കേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ 2 പാർട്ടായി വീഡിയോ. എന്നിട്ട് നിങ്ങൾക്ക് ആ 2 പാർട്ട് ഇതേപോലെ സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഈ 2 പാർട്ടിൻ്റെയും ഇടയിലൊരു വീഡിയോ കയറ്റണം എന്ന് വയ്ക്കുക. അതിന് വേറെ ഒന്നുമില്ല, പണിയൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇപ്പോൾ പോയിട്ട് മീഡിയയിൽ പോയിട്ടൊരു വീഡിയോ സെലക്ട് ചെയ്തു വയ്ക്കുക. ഞാനിപ്പോൾ സാമ്പിളിൽ നിന്ന് തന്നെയാണ് അതും എടുക്കുന്നത്. ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. ഈ 2 പാർട്ടിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. കണ്ടോ? ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കൊന്നു ശ്രദ്ധിച്ചോ. കണ്ടോ? ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ വീഡിയോയ്ക്ക് എത്തി. ഇപ്പം ഞാൻ അത് ഫുള്ള് പ്ലേ ചെയ്യാനുള്ളൊരു ഇതില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയുടെ അവസാന പാർട്ടിലേക്ക് എത്തി. ഇനി അടുത്തൊരു സംശയം, നിങ്ങളെങ്ങനെ ഇതിൽ വേറൊരു ഓഡിയോ ആഡ് ചെയ്യുന്നതാവും. അപ്പോൾ അവിടെ ഓഡിയോ എന്നുള്ളൊരു ചിഹ്നം കാണാം മുകളിൽ, ഒരു മ്യൂസിക്കിൻ്റെ ഒരു സിമ്പിളായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ ഓഡിയോ ഉള്ളതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതാ മുകളിലൊരു ഓഡിയോ പോകുന്നു. നമുക്ക് വേണ്ട ഓഡിയോ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. അതിനായിട്ട് മുകളിലെ ചുവന്ന പ്ലസ് ചിഹ്നം കണ്ടോ മുകളിൽ, ഓവർ ദ ഹൊറിസൻ്റെ അവിടെ, അതാണിപ്പോൾ ഓഡിയോയുടെ പേര്, ഓവർ ദ ഹൊറിസൺ. അപ്പോൾ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓഡിയോ വന്നിട്ടുണ്ട് പച്ച കളറിൽ അടിയിൽ കണ്ടോ നിങ്ങൾ. അതുമ്പോൾ വെറുതെ തൊട്ട് കഴിഞ്ഞാലും അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റും. നേരത്തെ വീഡിയോ ചെയ്ത പോലെ ഇതും നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഈ ഓഡിയോ വേണമെങ്കിൽ നമുക്ക് നീക്കിയിട്ടൊക്കെ റീപൊസിഷനൊക്കെ ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി ഓഡിയോയുടെ അതുമൊന്ന് അമർത്തി പിടിച്ചാൽ മതി നിങ്ങൾ വിരലുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നീക്കാൻ പറ്റും എങ്ങോട്ട് വേണമെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇനി ഇതൊന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. അവിടെ എത്തുമ്പോൾ പ്ലേ ആവുണ്ടോ എന്ന് നോക്കാം ഓഡിയോ. ഈ ഓഡിയോ നമുക്ക് അമർത്തി പിടിച്ചിട്ട് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് കൈൻമാസ്റ്ററിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമുക്കൊരു പാർട്ട് 2 ചെയ്യാം എന്തായാലും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.